നമസ്കാരം. ഇന്ന് നമുക്ക് അയിലച്ചമ്പ കൊണ്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഒരു നമുക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും വ്യൂവേഴ്സിനെ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് കല്ലിലിട്ട് കുത്തുക. കാരണം ഇവിടുന്ന് കറണ്ടില്ല, അതുകൊണ്ട് ഒക്കെ കല്ലിലിട്ട് കുത്തിയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ചതയ്ക്കാം. വെളുത്തുള്ളിട്ട് നല്ല ചതച്ചു. ഇനി നമുക്കിത് കല്ലിന് ഒരു പിഞ്ഞാണത്തേക്ക് വാങ്ങാം. ഇതിലേക്ക് വാങ്ങാം നമുക്ക്. ഇതാ നോക്കൂ, കല്ലിൽ നിന്ന് നമുക്ക് വാങ്ങാം. മുളക് വാങ്ങാം, പ്ലേറ്റിലേക്ക് വാങ്ങാം. ഉപ്പിട്ടുണ്ടോ ചെറിയൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. ഉപ്പിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടില്. അച്ഛൻ്റെ ചേച്ചി, പിന്നെ ഞാനും. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫിഷ് നമുക്ക് കഴുകാം. മീൻ വന്നിട്ട് അയിലച്ചമ്പാനാണ്, ചുവന്ന അയില ചെമ്പാൻ. നമുക്ക് കവറിലേക്ക് നോക്കാം. ഇതാണ് അയിലച്ചമ്പാൻ. നോക്കൂ, മസാല പുരട്ടി. ഇനി നമുക്ക് വറക്കാം. സ്റ്റവ് കത്തിക്കാൻ പോവാണ്, നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഫിഷ് വറുത്തെടുക്കാം. മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ പൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് നേരം പിടിക്കും, വെയിറ്റ് ചെയ്യും.
എൻ്റെ കുടുംബക്കാരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശരിതപ്പാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അയിലച്ചമ്പാൻ മറിച്ചിടാം. മറിച്ചിട്ടിട്ടുണ്ട്. അയിലച്ചമ്പ മുരിഞ്ഞ് കഴിഞ്ഞു, വറുക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അയിലച്ചമ്പാൻ മുളക് പുരട്ടിയിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വാങ്ങാം. പ്ലേറ്റിലേക്ക് വാങ്ങാം. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ശരി, ബായ്. വീണ്ടും കാണാം വേറെ വീഡിയോയിലൂടെ.